അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 17ാമത്തെ പാഠം കുന്നാ ത്വറായിഖ ഖിദദ. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ജിന്നുകളെക്കുറിച്ചുള്ള ചർച്ചയാണ്. ജിന്നുകളെക്കുറിച്ച് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. കുന്നാ ത്വറായിഖ ഖിദദ എന്നുള്ള ഞങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മടങ്ങുകയായിരുന്നു. നഖ്ലയിലെത്തിയപ്പോൾ രാത്രിയായി. അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഇസ്ലാം സ്വീകരിച്ചു. നാട്ടിലെത്തി അവർ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടിരിക്കുന്നു. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് നഖ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ രാത്രിയായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു സംഘം ജിന്നുകൾ ആ വഴിയിലൂടെ കടന്നു പോകുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പാരായണം കേട്ടു. ആ ഖുർആൻ പാരായണം കേട്ടപ്പോൾ നബി തങ്ങൾ അരികിൽ അവർ വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. ഖുർആനിൻ്റെ സ്വാധീന ശക്തി എന്ന് പറഞ്ഞിട്ട് മുമ്പത്തെ പാഠത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതൊക്കെ അതുപോലൊരു സംഭവമാണ്. ഖുർആൻ കേട്ടുകൊണ്ട് ആര് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു? ജിന്നുകൾ. അങ്ങനെ നാട്ടിലെത്തി അവർ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടിരിക്കുന്നു. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ അവർ നാട്ടിൽ ചെന്ന് മറ്റുള്ള ജിന്നുകളോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആരാണ് ജിന്നുകൾ? സൈനുദ്ദീൻ ചോദിച്ചു. ഉസ്താദ്, ജിന്നുകൾ അല്ലാഹു തആലയുടെ സൃഷ്ടികളാണ്. തീ കൊണ്ടാണ് അവരെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അവർക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയും. മനുഷ്യരെ പോലെ തന്നെ മറ്റൊരു അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഏത്? ജിന്നുകൾ എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹു തആല മനുഷ്യരെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ അവരെ സൃഷ്ടിച്ചത്, ജിന്നുകളെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? തീ കൊണ്ടാണ് അല്ലാഹു തആല അവരെന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. പിന്നെ എന്താ വ്യത്യാസം? അവർക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയും. അവർക്ക് ജിന്നുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വ്യത്യസ്തമായ രൂപം സ്വീകരിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യർക്ക് അത് കഴിയില്ല. അതുപോലെ തന്നെയാണ് മലക്കുകൾ അല്ലാഹു തആല സൃഷ്ടിച്ച് പ്രകാശം കൊണ്ടാണ്. അവർക്കും വിവിധ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ബാക്കി വായിക്കാം. സൈനുദ്ദീൻ, ജിന്നുകളിൽ മുസ്ലിങ്ങളുണ്ടോ? അപ്പോൾ സൈനുദ്ദീൻ്റെ ചോദ്യമാണ്, ജിന്നുകളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ടോ? അതെ, ജിന്നുകളിൽ മുസ്ലിങ്ങളും കാഫിറുകളും മുനാഫിക്കുകളുമുണ്ട്. ജിന്നുകളിൽ ആരുണ്ട്? മുസ്ലിങ്ങളുണ്ട്, കാഫിറുകളുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർ. മുനാഫിക്കുകളുണ്ട്. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ പേര് വെച്ച് നടക്കുക, ഉള്ളിൽ വിശ്വാസമില്ലാതെ മുസ്ലിമായിട്ട് നടക്കുക, അങ്ങനത്തെ കുറച്ച് ആളുകൾ, കപട വിശ്വാസികൾ. അല്ലാഹു തആലയെ അനുസരിച്ച് ജീവിക്കുന്നവരും തെറ്റ് ചെയ്യുന്നവരുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവർ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹം ചെയ്യുകയും സന്താനോൽപാദനം നടത്തുകയും ചെയ്യും. അവർ നമ്മെ കാണും, നാം അവരെ കാണുകയില്ല. അപ്പം എന്താ പറഞ്ഞത്? ജിന്നുകളുടെ വിശേഷണങ്ങളാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത്. ജിന്നുകളിൽ മുസ്ലിങ്ങളുണ്ട്, കാഫിറുകളുണ്ട്, മുനാഫിക്കുകളുണ്ട്. അല്ലാഹു തആലയെ അനുസരിച്ച് ജീവിക്കുന്നവരും തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് സന്താനങ്ങളും ഉണ്ടാകും. ജിന്നുകൾ നമ്മെ കാണുന്നുണ്ട് എന്നാൽ നമുക്ക് ആരെ കാണാൻ കഴിയില്ല? ജിന്നുകളെ കാണാൻ കഴിയുകയില്ല. അങ്ങനെയാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ജിന്നുകളുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് മലക്കുകളുണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ജിന്നുകളെക്കുറിച്ചും വിശ്വസിക്കൽ നമുക്കെന്താണ്? നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിലും നിരവധി ഹദീസുകളിലും ജിന്നുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലും ഒരുപാട് ജിന്നുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അവർക്ക് നിസ്കാരമുണ്ടോ? ഫാത്തിമ ചോദിച്ചു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഫാത്തിമാൻ്റെ സംശയം, എന്താ സംശയം? അവർക്ക് നിസ്കാരമുണ്ടോ? അപ്പോൾ ഉസ്താദ്, ഉണ്ട്. അവർ മുക്കല്ലഫുകളാണ്. മനുഷ്യന്മാർക്കുള്ളതുപോലെ നന്മകൾക്ക് കൂലിയും തിന്മകൾക്ക് ശിക്ഷയും അവർക്ക് ലഭിക്കും. അവർ മുക്കല്ലഫുകളാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അവരെന്താണ്? ബാധ്യസ്ഥരാണ്. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്, മനുഷ്യരെ പോലെ തന്നെ. മനുഷ്യന്മാർക്കുള്ളത് പോലെ നന്മകൾക്ക് കൂലിയും, അവർക്ക് നന്മ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യും? സ്വർഗം ലഭിക്കും. തിന്മകൾക്ക് ശിക്ഷയും അവർക്ക് ലഭിക്കും. അപ്പോൾ തിന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് നരകവും ലഭിക്കും. ഫാത്തിമ, ജിന്നുകളാണോ ശൈത്താന്മാർ?
ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ജിന്നുകളാണോ ഈ ശൈത്താന്മാരെന്ന് പറയുന്നത്? ഉസ്താദ്, ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താന്മാർ. ആരാണ്? ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താന്മാർ. അവരുടെ നേതാവാണ് ഇബ്ലീസ്. ഇബ്ലീസാണ് ആര്? ശൈത്താന്മാരുടെ നേതാവ്. ജിന്നുകളിൽ നിന്നുള്ള കാഫിറുകളാണ് ശൈത്താന്മാർ. ആ ശൈത്താന്മാരുടെ നേതാവാണ് ആര്? ഇബ്ലീസ് എന്ന് പറയുന്നവൻ. അവൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കും. അവർ എന്ത് ചെയ്യും? ഈ ശൈത്താന്മാരെന്ത് ചെയ്യും? ജനങ്ങളുടെ ഇടയിൽ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാകും. അവരെ തെറ്റുകളിലേക്കും അവിശ്വാസത്തിലേക്കും നയിക്കും. അവർ നമ്മുടെ ശത്രുക്കളാണ്. എന്താ പറഞ്ഞത്? അവർ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാകാം, അതല്ലെങ്കിൽ ഓതാൻ വേണ്ടി ഖുർആൻ എടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉറക്കം വരുന്ന ഒരവസ്ഥ. ഇതൊക്കെ ആരുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നതാണ്? ശൈത്താൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ശല്യങ്ങളാണ്. അതുപോലെ തന്നെ അവരെ തെറ്റുകളിലേക്കും അവിശ്വാസത്തിലേക്കും നയിക്കും മനുഷ്യരെ. അവർ നമ്മുടെ ശത്രുക്കളാണ്. അല്ലാഹു തആല പറഞ്ഞു, തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ കാണുക. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് മടി വരുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പിന്നിൽ ആരുണ്ട് എന്ന്? ശൈത്താനുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഓരോ വിഷയത്തിലും നാം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും ഓരോ ദിക്റുകൾ ഇസ്ലാം നമ്മിലേക്ക് ഇട്ടു തന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം, ശൈത്താൻ്റെ ശർറിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്റ് ചൊല്ലണം, ശൈത്താൻ്റെ ശർറിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. അങ്ങനെ ഓരോ മേഖലകളിലും വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്റ് ചൊല്ലണം. ദിക്റ് ചൊല്ലിയിട്ടായിരിക്കണം കയറേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണത്? വീട്ടിലുള്ള ശൈത്താൻ്റെ ശർറുകളൊക്കെ പോകാൻ വേണ്ടി. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ശൈത്താൻ്റെ ശർറുകളിൽ നിന്നെല്ലാം കഴിച്ചിലാകാനും കൂടി വേണ്ടിയാണ്. പിശാചിൻ്റെ ഷർറിൽ നിന്ന് കാവൽ തേടാൻ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. പിശാചിൻ്റെ ഷർറിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞു. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. അല്ലാഹു തആല ജിന്നുകളെ തീനാളങ്ങളാൽ സൃഷ്ടിച്ചു. അല്ലാഹു തആല ജിന്നുകളെ എങ്ങനെ സൃഷ്ടിച്ചു? തീനാളങ്ങളാൽ. പരിശുദ്ധ ഖുർആനിൽ ജിന്നുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതിനുള്ള ഒരായത്താണ് ഇവിടെ കൊടുത്തത്. തുടക്കത്തിലെ ഹദീസിൽ വന്ന സംഭവം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് മടങ്ങുന്ന അവിടെ നഖ്ലയിലെത്തിയപ്പോഴുണ്ടായ ആ സംഭവം പറഞ്ഞു. ഖുർആനിലെ ഒരായത്തും പറഞ്ഞു. അപ്പോൾ ഖുർആനിലും ഹദീസിലും ആരെക്കുറിച്ചുള്ള പരാമർശമുണ്ട്? ജിന്നുകളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ജിന്നുകളെക്കുറിച്ച് വിശ്വസിക്കൽ നമുക്കെന്താണ്? നിർബന്ധവുമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വനഫം. അഊദു, ഞാൻ കാവൽ തേടുന്നു. മുനാഫിഖ്, കപട വിശ്വാസി. റജീ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിക്കപ്പെട്ടവൻ. ഷൈത്താന്, പിശാച്. നാസുൻ, മനുഷ്യർ. ജിന്നുൻ, ഭൂതം. അദുവുൻ, ശത്രു. ഇനി അടുത്തതിന് ഉജീബ് ഉത്തരം ഇതാനാണ്. ഒന്ന്, ജിന്നുകളെ സൃഷ്ടിച്ചത് ഏത് വസ്തു കൊണ്ടാണ്? ആൻസർ തീ കൊണ്ട്. 2, മനുഷ്യരെ സൃഷ്ടിച്ചത് ഏത് വസ്തു കൊണ്ടാണ്? ആൻസർ മണ്ണ് കൊണ്ട്. 3, മലക്കുകളെ സൃഷ്ടിച്ചത് ഏത് വസ്തു കൊണ്ടാണ്? ആൻസർ പ്രകാശം കൊണ്ട്. 4, ആരാണ് ഇബ്ലീസ്? ജിന്നുകളിലെ കാഫിറുകളായ ശൈത്താന്മാരുടെ നേതാവാണ് ആര്? ഇബ്ലീസ്. അപ്പോൾ ശൈത്താന്മാരുടെ നേതാവാണ് ഇബ്ലീസ്. 5, എവിടെ വെച്ചാണ് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടത്? ആൻസർ നഖ്ലയിൽ വെച്ച്. ഇനി നസിൽ ചേരുമ്പടി ചേർക്കാനുള്ളതാണ് മലായിക്കത്ത്. മലക്കുകൾ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് അല്ലാഹു തആല? ആൻസർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. അടുത്തത് ജിന്നിന് ആൻസർ സി ആണ്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. നാസ് എന്ന ജനങ്ങൾ, മനുഷ്യർ. ആൻസർ ഡി ആണ്, മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. ശൈത്താൻ ആൻസർ ബി ആണ്, ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താൻ. ഇബ്ലീസ് ആൻസർ എ ആണ്, ശൈത്താന്മാരുടെ നേതാവ്. ഇനി അടുത്ത നുഇദ്ദു ഫിഖ്റ, എണ്ണിക എഴുതാനാണ്. ജിന്നുകളെക്കുറിച്ച് 10 വാചകങ്ങൾ എഴുതുക. നമ്മുടെ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഇവിടേക്ക് നോട്ട് ചെയ്താൽ മതി. കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി കുട്ടികൾ കണ്ടെത്തി പാഠത്തിൽ നിന്ന് തന്നെ നോക്കി എഴുതാനുള്ളതുള്ളൂ. ജിന്നുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. തീ കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത്. അവർക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയും. അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവരിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരും തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. അവർ വിവാഹം ചെയ്യും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ സ്ത്രീകളോ പുരുഷന്മാരോ എന്നുള്ളത് അതല്ല, അവർ വിവാഹം ചെയ്യും, സന്താനോൽപാദനം നടത്തുമെന്ന് പറഞ്ഞു. അവർ നമ്മെ കാണും, നാം അവരെ കാണില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, കാഫിറുകളുണ്ട്, മുനാഫിക്കുകളുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുക? അവിടെ ആ 10 പോയിന്റുകൾ പൂർത്തിയാക്കുക. ഇനി അടുത്തതിന് ഉബയ്യന സിയാക്ക്, സന്ദർഭം എഴുതാനാണ്. ഞങ്ങൾ
അത്ഭുതകരമായ ഖുർആൻ കേട്ടു. ത്വായിഫിൽ നിന്നും മടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഖ്ലയിലെത്തിയപ്പോൾ രാത്രിയായി. അതുവഴി വന്ന ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നാട്ടിലെത്തിയ അവർ നാട്ടിലെത്തിയ അവർ സമൂഹത്തോടായി പറഞ്ഞു, ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടു. ഇവിടെ അവർ നാക്കണത് പ്രത്യേകം ശ്രദ്ധിക്കുക, വാവിന് കെസ്റായി പോയിട്ടുണ്ട്. ഇനി അടുത്തത് ആറാമത്തേത് തഖ്സീസാണ്. എന്താണ് തഖ്സീസിൽ പറയുന്നത്? തഖ്സീസിൽ പറയുന്നത് മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ ഇവരെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തുക. അപ്പോൾ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് നോക്കാം. മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ. മനുഷ്യർ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, ജിന്നുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, ജിന്നുകൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത് മനുഷ്യരെ ഈ മുസ്ലിങ്ങളും കാഫിറുകളുമുണ്ട്. മലക്കുകൾ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്നു, മറ്റു വിഭാഗം അവരിലില്ല. ജിന്നുകൾ മുസ്ലിങ്ങളും കാഫിറുകളും ഉണ്ട്. അടുത്തത് ദോഷങ്ങൾ ചെയ്യുന്നവരുണ്ട്, ദോഷങ്ങൾ ചെയ്യുകയില്ല മലക്കുകൾ. ജിന്നുകളോ ദോഷങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇനി മനുഷ്യരെടുത്തത് വിവിധ രൂപം പ്രാപിക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് കഴിയില്ല. വിവിധ രൂപം പ്രാപിക്കാൻ മലക്കുകൾക്ക് കഴിയും. വിവിധ രൂപം പ്രാപിക്കാൻ ആർക്കും കഴിയും? ജിന്നുകൾക്കും കഴിയും. ഇനിയും ഒരുപാട് താരതമ്യം ചെയ്തുകൊണ്ട് ഒരുപാട് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഒരു സാമ്പിളിന് 4 മാത്രം അവിടെ കൊടുത്തു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയ ഇൽമു പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പൈശാചികമായ ശർറുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രക്ഷയും കാവലും നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.